നാണം ഉണ്ടോ ഓർന്ന്? നാണം ഉണ്ടോ നിങ്ങൾക്ക് അടുന്ന്? നാണം ഉണ്ടോ? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതായത് ഏതെങ്കിലും ഒരുത്തൻ ഫേസ്ബുക്കിൽ എങ്ങനെ ഇളിച്ചു കാട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലവ് ചിഹ്നം ഇടുമ്പോഴേക്ക് അവൻ്റെ മുമ്പിൽ പോയിട്ട് മിന്നല്ല ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുക, കണ്ടോളൂ 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 എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാൽ അവൻ ഫോട്ടോ ഭർത്താവിന് അയച്ചു കൊടുക്കണ, ഭർത്താവിന് അയച്ചു കൊടുക്കണ ചോദിക്കും, വേണ്ട എന്താ വേണ്ടത്? ആ മാലയും കൂരി ആ മാല വീണിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഭർത്താവിന് അയച്ചു കൊടുക്കണ, വേണ്ട 2 വളയോട് ആ 2 വളയും വരും. അങ്ങനെ കുറേ അങ്ങ് ഊരി കൊടുക്കും. അവസാനം എന്ന് പറഞ്ഞാൽ നിൽക്ക കള്ളിയിലാവുമ്പോഴേക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പരാതി കൊടുത്താലേ മതിയാവൂ. എന്താ ചെയ്യുക? അപ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല. 2 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടിനി. അതായത് കിനാവിൻ്റെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു പേജ്, എല്ലാവരും കിനാവുള്ളവരൊക്കെ പോയിട്ട് ഓൻ്റെ പേജിൽ പോവുക. അപ്പോൾ ഓനിങ്ങനെ ഓരോന്നോരോന്ന് എഴുതി വിടും. അതിൽ വീടുന്ന കുറേ പെണ്ണുങ്ങൾ എന്നേ പറയുള്ളൂ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അവനുമായിട്ട് സംസാരിച്ചോ കുരിപ്പുകളെ, നിങ്ങൾ അവനുമായിട്ട് സംസാരിക്കോ അല്ലെങ്കിൽ വേറെ എന്തോ ചെയ്തോ, ഇനിയിപ്പോൾ ഫുൾ ടൈം നിങ്ങൾ രാത്രി മൊത്തം ചാറ്റ് ചെയ്തോ, എന്നാലും എന്തിനാ ഇങ്ങനെ അവൻ പറയുമ്പോഴേക്ക് ഇങ്ങനെ ഇനി നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നാർന്ന്. എന്തിനിങ്ങനെ നിൽക്കുന്നത്? അത് കഴിഞ്ഞതിന് പിന്നെ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തൽ, കുറേ സ്വർണ്ണം അടിച്ചു മാറ്റി എന്ന് പറയൽ, ഇതൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കേസ് കൊടുക്കലല്ല. അപ്പോഴേക്ക് നാറി കുത്തുവാളെടുത്ത് പണവും പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ ആദ്യം കേസ് കൊടുത്തൂടെ? ആദ്യം സ്വർണം ചോദിക്കുമ്പോൾ തന്നെ കേസ് കൊടുത്തൂടെ? ഇപ്പോഴിങ്ങനെയുള്ള ഒരുപാട് പേജ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനിടക്ക് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാം. ഒരുത്തം പറയാ കടമുള്ളവർ ആരൊക്കെയുണ്ട്, 5 ലക്ഷം കടമുള്ളവർ ആരൊക്കെയുണ്ട്, പെട്ടെന്ന് വരും ഒരു ഗ്രൂപ്പ് തുടങ്ങാന്ന്. അവൻ നോക്കുമ്പോഴേക്ക് വലിയ കോഴിയാ. അവൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കടം തുടങ്ങാൻ വരുന്നില്ല, ഇങ്ങനെ നോക്കും. എന്നിട്ട് ഓരോ പ്രൊഫൈൽ ഇങ്ങനെ നോക്കും. ഇത് കള്ളാലാ. അപ്പോൾ ആട് പോയിട്ട് മെസ്സഞ്ചറിൽ പോയിട്ട് ഹായ് 5 ലക്ഷമാണോ കടം? 7 ലക്ഷം ഉണ്ട് ചേട്ടാ. ഈ പിന്നാന്ന് പറഞ്ഞാൽ കുടുംബചരിത്രം മുഴുവൻ ആ സ്ത്രീയുടെ വിളമ്പി കൊടുക്കുമായിരുന്നു. അതോടുകൂടി അത് മാത്രം മതി ഇവന്. അപ്പാട് ഇവൻ പറയുകയായിരുന്നു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് അത്യാവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു 4000 രൂപ അയച്ചു തരാം. കുറച്ച് കഴിഞ്ഞാൽ അത് അവരിങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ ചോദിക്കും ഒരു 10000 രൂപ. അപ്പോഴേക്കും പറഞ്ഞാൽ 10000 രൂപ അയക്കും. ഇവൻ അതും കൊണ്ട് പോകും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയായിട്ട് പിന്നെ സംസാരിച്ച് പിന്നെ കുടുംബകാര്യങ്ങളാകും. ഭർത്താവ് രാവിലെ പോലും ജോലിക്ക് പോകുന്നവനാന്ന് ഒരു കഴിവുമില്ല. അവനാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതാ രാത്രി വരും 2 അടിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങും. പിന്നെ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെയാണ് പിന്നത്തെ സംസാരം. അങ്ങനെ സംസാരിച്ച് ഇവരുടെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ നാവും. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ കേസ് വരാതെ ഒരുപാടുണ്ട്. ഓരോ മിനിറ്റുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കലാണ്. എത്ര നമ്മൾ വിളമ്പിക്കഴിഞ്ഞാലും, എത്രത്തോളം പത്രങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞാലും, എത്രത്തോളം ഇത് വന്നു കഴിഞ്ഞാലും ഒരാൾക്ക് പോലും അതിനെ പറ്റിയിട്ട് അത് മൈൻഡേ ചെയ്യുന്നില്ല. അതായത് ഇവർക്കെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആങ്ങളമാർ, പെങ്ങന്മാർ, സോഷ്യൽ മീഡിയ കാമുകന്മാർ, കൂട്ടുകാർ, സോഷ്യൽ മീഡിയ ബെസ്റ്റികൾ. ഇപ്പോൾ കുറേ എണ്ണത്തിന് ബെസ്റ്റികളുണ്ട് പോലും. ഭർത്താവിനെ പോലും വേണ്ട. ആ രാവിലെ പോകുന്നവന് എന്തെങ്കിലും ഒരു ചായക്കടിയാക്കി കൊടുത്താൽ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവനെ മൈൻഡ് പോലും ചെയ്യത്തില്ല. എവിടെയെങ്കിലും ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതെല്ലാവരെയും ഞാൻ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ചില ആൾക്കാർക്ക് മനസ്സിലാകാത്തത്? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെ കിനാവിൻ്റെ രാജകുമാരൻ അല്ലെങ്കിൽ കട എത്രയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ, ഇല്ലെങ്കിൽ എന്താ ഇപ്പോഴും പുതിയൊരു പേജിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടു, എന്താ അറിയാം, ഡൈവോഴ്സ് ആയവരുടെ കൂട്ടായ്മ. ബില്ല കോഴികളാണ്. അതിൻ്റെ അകത്തെ പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളാണ് കയറിയിട്ട് പിന്നെ ലൈക്ക് അടിക്കുന്നത്. അപ്പോൾ അതെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ സ്നേഹത്തിന് ദാഹിച്ച് നടക്കുന്ന സ്ത്രീകളായിരിക്കും അവനറിയാം. അതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്യും, ഒരു ലവ് ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പാട് പോയിട്ട് അത് 3-4 എണ്ണത്തിന് ഒരേ ടൈമിൽ തന്നെ 4-5 എണ്ണത്തിനാണ് ഇവനെ ലവ് വാരി വിതരണം ചെയ്യുന്നത്. അതായത് ഒരു പണിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് രാത്രി കാലങ്ങളിൽ ഇതുപോലെ ലവുകൾ എറിഞ്ഞു കളിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവറ്റകളുടെ ഇടയിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതവും പോയി, കാര്യങ്ങളെല്ലാം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഡിവോഴ്സായ ടീമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇച്ചിരി ചില്ലറ കയ്യിലുണ്ടാകും, സ്വർണവും കാര്യങ്ങളും പിന്നെ പണവും എല്ലാം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരമെല്ലാം വാങ്ങിച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും. 10-15 ലക്ഷം ഉറുപ്പിക ഉണ്ടാവും ചില ആൾക്കാരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ കുറേ പവനുണ്ടാകും. ഇതെല്ലാം അറിയാവുന്ന ടീമുകളാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് സ്നേഹങ്ങൾ ഭാര്യ വിതറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഭയങ്കര സ്നേഹമായിരിക്കും. ഭർത്താക്കന്മാർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളെല്ലാം ഇവർ ചോദിക്കും. അതായത് കുളിച്ചോ കിടന്നോ പെടുത്തോ എന്നെല്ലാം ചോദിക്കും. അത്രയും ഭയങ്കര സ്നേഹനിധികളായ ആൾക്കാരായിരിക്കും. അവസാനം എന്താ ചെയ്യാന്നറിയാം? അവസാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിയെ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. കുറേ നാൾ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു സീരിയൽ നടിയുണ്ടായിരുന്നു. ആ സീരിയൽ നടി ആദ്യം കല്യാണം കഴിച്ചു. അവർക്കെന്ന് പറഞ്ഞാൽ ഒരു 100-300 പവൻ സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കുട്ടിയായി. അവനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, വേറൊരുത്തിനെ കല്യാണം കഴിച്ചു. അവനെയും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ ഉപേക്ഷിച്ചായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കല്യാണമേ വേണ്ട, അച്ഛനും അമ്മയോടും പറഞ്ഞ മകളെ നിങ്ങൾ വളർത്തി, ഞാൻ ഏതെങ്കിലും സീരിയലിൽ പോയിട്ട് അഭിനയിക്കട്ടെ എന്ന്. അങ്ങനെ ആ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു സീരിയൽ പിന്നെ ഡയറക്ടർ, അതായത് ഈ അഭിനയിക്കുന്ന അതിൻ്റെ ഡയറക്ടറെ പ്രേമിക്കുന്നത്.
ആ ഡയറക്ടറാണെങ്കിൽ മക്കളും എല്ലാ കുട്ടികളും പിന്നെ ഭാര്യ എല്ലാം ഉണ്ട്. അപ്പോൾ ഭാര്യയും പിന്നെ മക്കളും ഒന്നും അറിയാതെ ഇയാളെന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ഇവിടുന്ന് ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടേയിരുന്നു. 300 പവനും അതുപോലെ തന്നെ കുറേ ഉറുപ്പിയെല്ലാം കൈക്കലാക്കിയതിൻ്റെ ഇപ്പ്, അതായത് എല്ലാം മേടിച്ചിട്ട് അവൻ്റെ മക്കളെയും ഭാര്യനെയും സേഫാക്കി. ഈ മണ്ടൂസ് എന്ത് ചെയ്തു അറിയാം, തേച്ചും ഭാര്യ കൊടുക്കുകയും ചെയ്തു. അവസാനം ഒന്നുമില്ല, ഞാൻ നടുത്തൊരുവിലായി എന്നറിഞ്ഞപ്പോഴെന്ത് ചെയ്തു, അങ്ങ് പോവുകയും ചെയ്തു. ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ അച്ഛനും അമ്മയ്ക്കും ആ കുഞ്ഞിനും പോയി എന്നല്ലാണ്ട് ഈടി ആർക്കും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഒരുത്തനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവർ എന്നാന്നറിയില്ല, ഈ പണ്ടാരക്കാലന്മാർ ഓരോരുത്തൻ്റെ കോലം കാണണം. ഭഗവാനെ, അവന് 4 കാമുകിമാർ എന്ന് പറയുമ്പോൾ നമുക്ക് അസൂയ തോന്നില്ല എന്നാണ്. ഓരോരുത്തൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ കുളിക്കത്തുമില്ല, നനക്കത്തുമില്ല, ഒരു വൃത്തിയിലും നടക്കത്തില്ല, ഒന്നുമില്ല, ഒരു ജോലിക്കും പോകത്തില്ല. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഭാര്യ വിതറി കൊടുക്കുന്ന പണി മാത്രമാണ്. അതിങ്ങനെ ഒരു തൊട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. ആ കൊടുക്കുന്നതിനനുസരിച്ച് ഇവനിങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളല്ലേ നോക്ക്, ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. ഇതുപോലെ സ്വപ്നങ്ങളുടെ സാക്ഷി, ഇല്ലെങ്കിൽ കഥാസഞ്ചാരകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുകോഴികളാണ്. ആ കോഴികളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീകളെ, അതായത് സ്നേഹം കിട്ടാതെ ദാഹിച്ച് നടക്കുന്ന സ്ത്രീകളെ അവർക്ക് ദാഹം മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ടീമൊക്കെ ഉണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സ്വർണം, ഇച്ചിരി പണം, അത്രയും വേണ്ടു അവർക്ക്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവ് ഗൾഫിലുള്ളവരുണ്ട്, ഭർത്താവ് കൂടെയില്ലാത്തവരുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലാണ് താമസമെങ്കിൽ കീരിയും പാമ്പും പോലത്തെ ഭാര്യയും ഭർത്താക്കന്മാരുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. എങ്ങനെ ഡിവോഴ്സ് ചെയ്യും എന്ന് അന്വേഷിച്ച് നാട്ടുകാരെന്തു പറയും എന്ന് ആലോചിച്ച് വെക്കുന്നവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേങ്കിൽ വീട്ടിൽ 2 റൂമിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാട്ടുകോഴിയാടെ പ്രത്യക്ഷപ്പെടുക. അവൻ അപ്പാട് എന്ത് ചോദിച്ചാൽ ഇങ്ങനെ വാരിക്കോ എതിരിക്കൊണ്ടിരിക്കും. എൻ്റെ ഭർത്താവിനെ കാട്ടി എന്തൊരു സ്നേഹമാണ് ഇവന്. അങ്ങനെ എങ്ങനെയെങ്കിലും അവരെന്ത് ചെയ്യും, ആ ഒരു വള്ളിക്കെട്ട് പൊട്ടിച്ചിട്ട് അവർ പുറത്തു വരാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ അവരും ഇവൻ്റെ വലയിലാകും. ഇതുപോലെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളേലുണ്ട്. നമ്മളാണെങ്കിൽ എല്ലാ പത്രമാധ്യമങ്ങളും, ഏത് പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഓരോ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകളാണ്. വിവാഹ വാഗ്ദാനം നൽകുക. ഈ വാഗ്ദാനത്തിന് ഇത്തിരി ശക്തിയുണ്ടോടെ ഏതെങ്കിലും വഴിയെ പോകുന്നവനൊരുത്തൻ ഞാൻ കല്യാണം കഴിക്കാം എന്നാൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് തുടങ്ങിയാൽ പോരെ? എന്തിനാ ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി തുടങ്ങുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കല്യാണം കഴിച്ചിട്ട് കുരിപ്പുകൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒക്കെ എന്താ ഇതാ ടെസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കല കേട്ടോ, നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, പോയിട്ട് പരാതി കൊടുക്കുവായിരുന്നു. ഇതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ഇങ്ങനെയുള്ള കാട്ടുകോഴികൾ വരുമ്പോൾ നിങ്ങൾ ഇതാ ഒരു നോട്ട് അങ്ങോട്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം ബസ്സിൽ നിന്ന് ഇങ്ങനെ തട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് നിൽക്കുന്നതിൻ്റെ അവനെ രൂക്ഷമായിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയാൽ മതി. അവൻ മൂത്രം ഒഴിച്ചു പോകും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ ഒരു നോട്ടത്തിൽ അവൻ പേടിക്കും. അല്ലാതെ നിങ്ങൾ ഈ പിന്നെ കണ്ടോ എന്നെ മുട്ടുന്നണ്ട, ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു. അതെല്ലാം പഴഞ്ചനായി പാടുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ മുന്നിലും വരുന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ സ്വർഗ്ഗത്തമ്പുരാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വാട്സാപ്പിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഗ്രൂപ്പിലും ഇങ്ങനെയുള്ള കോഴികൾ കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ പോകും. ഇല്ലെങ്കിൽ നിങ്ങളും നാറും, നിങ്ങളുടെ പിന്നെ ഭർത്താവും നാറും, മക്കളും നാറും, എല്ലാവരും നാരായണക്കലായിട്ട് പിന്നെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടവും ഇല്ലാതെ, പിന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത് ഇനി നിങ്ങൾക്ക് സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടവും ഇല്ലാതെ അവൻ്റെ മുന്നിൽ തുണി അയക്കാതെ സ്നേഹം ഭാര്യ നിങ്ങളും ബെതിരിക്കോ. അത്രയേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യണേ, മറന്നുപോലെ ഹൈപ്പ്.